ഇന്ന് വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിലും വരുന്നത്. ഡിഫറെൻറ്റ് പാറ്റേണിലും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുമാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഫസ്റ്റ് വൺ നല്ലൊരു സോഫ്റ്റ് സെമി സിൽക്കിൽ മസ്ലിൻ കട്ട് വർക്ക് പാറ്റേണിൽ വരുന്ന സാരീസാണ് വരുന്നത്. അതിൽ കളർ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഐവറി ക്രീമാണ്, ഒരു പേൾ ക്രീമും ഐവറി ക്രീമും കൂടി ബ്ലെൻഡഡാണ് സാരിയുടെ കളർ വരുന്നത്. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബോഡി കംപ്ലീറ്റ് വരുന്നത് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കിൻ്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. പല്ലു മെയിൻ ഹൈലൈറ്റ് ആട്ടോ. മസ്ലിൻ കട്ട് വർക്ക് പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. മസ്ലിൻ ഫാബ്രിക് വെച്ചിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻസിലാണ് വരുന്നത്. അതും ഒരു ഫ്ലോറൽ പാറ്റേണാണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സാരി ബോഡി വരുന്നത് ഈ ഒരു പാറ്റേൺ ആട്ടോ. ഫ്ലോറൽ ആ ഒരു സ്മോൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു മസ്ലിൻ ഫാബ്രിക് വെച്ചിട്ടുള്ള കട്ട് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേണിൽ ഫുള്ള് നല്ലൊരു ജാൽ ഫ്ലോറൽ ഡിസൈനിൽ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും കേട്ടോ. എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പ് പാറ്റേണിലായിരിക്കും. ഇതാണ് പല്ലു. ത്രൂ ഔട്ട് ദ സാരിയിലും ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ടുള്ള പ്ലീറ്റ്സ് അവിടെ കിട്ടും. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്കാണ്, നോൺ ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. സിംഗിൾ ലൈനിൽ ഡ്രേപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യും. അതല്ല പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് കിട്ടും. കണ്ടോ, ഈ ഒരു പാറ്റേണിൽ വരും. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതേ ആ ഒരു സ്കാലപ്പ് ഫിനിഷിലുള്ള ഒരു ഫ്ലോറൽ ആപ്ലിക് വർക്ക് വരുന്നുണ്ട് ബ്ലൗസിൻ്റെ സ്ലീവിൽ. നെക്സ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ അക്വാ ബ്ലൂ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ അക്വാ ബ്ലൂയിലും അതേ പാറ്റേണിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡിയിലും വരുന്നത്. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും. മസ്ലിൻ കട്ട് വർക്ക് പല്ലു. ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈനിലുള്ള മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിലും അതേ പാറ്റേൺ തന്നെ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലും ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് പീച്ചിഷ് പിങ്ക് ആണ് സാരി വരുന്നത്. സെയിം പാറ്റേൺ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും ഫുൾ ബോഡി. മസ്ലിൻ കട്ട് വർക്ക് പാറ്റേണിലുള്ള മുന്താണി. ബ്ലൗസിൻ്റെ സ്ലീവിലും ആ ഒരു ഫ്ലോറൽ കട്ട് വർക്ക് വരുന്നുണ്ട്. സെയിം കളർ പാലറ്റ് സെയിം തന്നെ കേട്ടോ. പീച്ചിഷ് പിങ്ക് തന്നെയാണ് വരുന്നത്. ആ ഒരു മസ്ലിൻ കട്ട് വർക്കിൻ്റെ പാറ്റേണിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണി വരുന്നത്. ഫുൾ കട്ട് വർക്ക് വന്നിട്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും ഇങ്ങോട്ട് ബോഡി കംപ്ലീറ്റ് വരുന്നത്. വിത്ത് ബ്ലൗസ് അക്വാ ഗ്രീൻ ആണ്, ഒരു ടീൽ ഗ്രീനും അക്വാ ഗ്രീനും കൂടി ചേർന്ന് വരുന്ന ഒരു കളർ പാലറ്റിലാണ് സാരി. ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും കേട്ടോ ഫുൾ ബോഡിയിലും. സ്കാലപ്പ് ബോർഡർ. പല്ലു വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ കട്ട് വർക്ക് പാറ്റേൺ വിത്ത് ബ്ലൗസ്. ലാവൻഡർ കളർ ടോൺ ആട്ടോ നെക്സ്റ്റ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ മസ്ലിൻ കട്ട് വർക്ക് പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ചന്ദേരി ബനാറസി സിൽക്ക് സാരി കേട്ടോ. പ്യുവർ ചന്ദേരി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ നല്ലൊരു പാറ്റേണിലുള്ള ബനാറസി ബോർഡേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഇൻഡിഗോ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലൊരു കോൺട്രാസ്റ്റ് ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. ഒരു റെഡ് പൈപ്പിംഗ് ആണ് ബോർഡറിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. മുന്താണി ഷോർട്ട് പല്ലു. ഒരു ഗോൾഡൻ സെറി ലൈൻ പാറ്റേണിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. റെഡ് ടാസിൽസ് ആണ്, റെഡ് ആൻഡ് ഇൻഡിഗോ ബ്ലൂ ടാസിൽസ് ആയിരിക്കും വരുന്നത് വിത്ത് ബ്ലൗസ്. ഈ ഒരു പാറ്റേണിലെ ലൈൻസിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും സെയിം കോമ്പിനേഷൻ തന്നെ പ്യുവർ ചന്ദേരി ബനാറസി ആട്ടോ. ഇൻഡിഗോ ബ്ലൂ തന്നെയാണ്. അതിൻ്റെ ആ ഫ്ലോറൽ ഡിസൈനിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ വരുമ്പം പേസ്ലി മോട്ടീവ്സ് ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡബിൾ സൈഡ് ബനാറസി ബോർഡർ. സെയിം അതേ ആ ഒരു റെഡ് പൈപ്പിംഗ് ആണ് എഡ്ജിൽ വരുന്ന സാരിക്ക് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡിൻ്റെ പൈപ്പിംഗാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. മുന്താണി ബ്ലൗസ് വരുന്നതും ആ ഒരു ഡിസ്ചാർജ് പ്രിൻറ്റിലാണ്. ഒരു ജോമെട്രിക്കൽ ഡിസ്ചാർജ് പ്രിൻറ്റ് വന്നിട്ട് വിത്ത് ബനാറസി ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം കളർ പാലറ്റ് സെയിം തന്നെ കേട്ടോ. ഇൻഡിഗോ ബ്ലൂ തന്നെയാണ്. പ്യുവർ ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ജോമെട്രിക്കൽ ഡിസൈനാണ് ഫുൾ ബോഡിയും വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ഇതിനും ആ ഒരു റെഡ് പൈപ്പിംഗ് വരുന്നുണ്ട് എഡ്ജിൽ. പല്ലു കോൺട്രാസ്റ്റ് ബ്ലൗസ്. ആ ഒരു സിക്സ് ആക്ക് പാറ്റേണിലാണ് വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നതും ഇതുവരെ കണ്ടതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടോ. ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പേൾ ക്രീമാണ്. പേൾ ക്രീമിൽ സോഫ്റ്റ് സിൽക്കാണ്. സോഫ്റ്റ് സെമി സിൽക്കിൽ ഹാൻഡ് വർക്കാണ്. ഫുൾ ബോഡിയിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. നല്ലൊരു പാറ്റേണിലാണ് ബോർഡറും വരുന്നത് കേട്ടോ. ഒരു ആൻറ്റി ഗോൾഡാണ്. ആൻറ്റി ഗോൾഡിൽ ഒരു വൂവൺ ഡിസൈൻസ് വരുന്നുണ്ട്. സിക്സ് ആക്ക് പാറ്റേണുള്ള വൂവൺ ഡിസൈൻസിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരിക.
ബോഡി കംപ്ലീറ്റ് ഒരു വേർട്ടിക്കൽ വുവൺ പാറ്റേൺസ് വന്നിട്ട് അതിൽ ഫ്ലോറൽ ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോഡി വരുന്നത് കേട്ടോ. നല്ലൊരു പാറ്റേണിലുള്ള ഹാൻഡ് എംബ്രോയ്ഡറിയിലുള്ളൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക്. ബോർഡറും ഒരു 6 ആഗ് വുവൺ സ്റ്റൈലിലായിരിക്കും ബോർഡർ വരുന്നത്. നല്ലൊരു പാറ്റേണിലുള്ള ബോർഡർ. ബോഡി ഫുൾ ആ ഒരു ജൂട്ട് വ്യൂ വരുന്നുണ്ട് കണ്ടോ. ഒരു വേർട്ടിക്കലായിട്ടുള്ള ജൂട്ട് വുവൺ സ്റ്റൈലിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. അതിലാണ് ഹാൻഡ് വർക്ക് വരിക. പല്ലു ഈ ഒരു പാറ്റേണിലായിരിക്കും. മുന്താണിയിലും ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആട്ടോ ഫാബ്രിക് വരുന്നത്. വെയിറ്റ് ഇല്ല, ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. കണ്ടോ ഈ ഒരു പാറ്റേണിലായിരിക്കും. 1 ലെയറിലാണെങ്കിലും നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ. നല്ല പാറ്റേൺ, നല്ല റിച്ച് ആയിട്ടുള്ള പാറ്റേണിലാണ് പല്ലുവും ബോഡിയും എല്ലാം വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിലും സെയിം ഇതേ ഹാൻഡ് വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിലും വരും. ഇങ്ങനെ വരും. നെക്സ്റ്റ് സാരിയും സെയിം തന്നെ കേട്ടോ. ഫാബ്രിക് എല്ലാം സെയിം തന്നെയാണ്. ആ ഹാൻഡ് വർക്കിൻ്റെ കോമ്പിനേഷനിൽ മാത്രമേ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഇതിൽ വരുമ്പോൾ പീകോക്ക് ബ്ലൂ ആണ് ഹാൻഡ് എംബ്രോയ്ഡറിയിലെ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ. ഗ്രീൻ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. മോട്ടീവ്സ് എല്ലാം അതേ കോമ്പിനേഷനിൽ തന്നെയുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതായിരിക്കും മോട്ടീവ്സ് വരിക. നെക്സ്റ്റ് കളറ് ഒരു റസ്റ്റിക് ഓറഞ്ച് ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷനിലായിരിക്കും നെക്സ്റ്റ് കളർ വരുന്നത്. ലാസ്റ്റ് വൺ ഒരു ഓക്സ്ഫോർഡ് ബ്ലൂ ആൻഡ് ഗ്രേ ആണ് ലാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ഈ സാരീസിൻ്റെ എല്ലാം അതേ കോമ്പിനേഷനിൽ തന്നെയായിരിക്കും. ആ ഒരു ബോഡിയിലുള്ള ഫ്ലോറൽ മോട്ടീവ്സും പല്ലുവിൻ്റെ ആ ഒരു ത്രെഡിൻ്റെയും മാത്രമേ കോമ്പിനേഷനിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ വിത്ത് ഡബിൾ സൈഡ് ബോർഡർ. മുന്താണി വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും എല്ലാ സാരീസിനും വിത്ത് ബ്ലൗസ്.